ഇതെന്തൊരു ശല്യം ഇത്. മനുഷ്യന്മാർക്ക് കുറച്ച് പേഴ്സണൽ സ്പേസ് വേണം. ഇതൊരു സൂര്യവും ഇല്ല. 24 മണിക്കൂർ നിന്റെ മുഖത്തോട്ട് നോക്കിയിരിക്കാൻ പറ്റുമോ? എടാ എനിക്ക് നീലാണ്ട് ഒരു സുഖമില്ല, ഭയങ്കര മിസ്സിങ്ങാ. അതെപ്പോഴും എൻ്റെ അടുത്തേക്ക് വരാൻ പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊരു ടോർച്ചർ ഇത്. ടോർച്ചറാ? ഇത് പോച്ചെ. എടാ എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറയാം നമ്മുടെ ഇടയിൽ തീരെ പേഴ്സണൽ സ്പേസ് ഇല്ല, നമ്മൾ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പേഴ്സണൽ സ്പേസ് ഇട്ടില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാവുന്നു. പേഴ്സണൽ സ്പേസോ? അതെന്താ സാധനം? നമ്മളിടയ്ക്കൊന്നും വേണ്ട. ഇതാരും സ്പേസ് ഇടട്ടെ. അവിടെ കിടക്കട്ടെ. പേഴ്സണൽ സ്പേസ്. എടാ നീ ഇപ്പൊ എന്താ എന്നെ വിളിക്കാത്തെ? ഞാൻ സത്യം പറയട്ടെ, എന്റെ എക്സ് നിന്നെ ഇതിപ്പോ കൊണ്ടോരായിട്ട് ഫുൾ ടൈം എന്നെ വിളിക്കാത്തതേ സമാധാനം കിട്ടാൻ. മനസ്സിലായോ? അത് കുളിക്കുന്നതിന് മുമ്പല്ലേ. ഇത് കുളിച്ചു കഴിഞ്ഞ് പോകാൻ നേരത്തെ ഇറങ്ങിപ്പോ വിളിച്ചതല്ലേ. പൊക്കോട്ടെ. എന്റെ എക്സ് എന്നെ ഇങ്ങനെ നോക്കിയിട്ട് പോലും ഇല്ല. അവളെന്നെ കെയർ ചെയ്യാറേ ഇല്ലായിരുന്നു. നീയാ നല്ല കെയർ. സ്റ്റാൻഡ് 2 പ്രാവശ്യം തട്ടു. ഏട്ടാ നീ കുറെ നേരമായില്ലേ ഫോൺ നോക്കിയിരിക്കണം, കുറച്ചു നേരം എന്നോട് മിണ്ടു. എന്നോട് മിണ്ടാനൊന്നുമില്ല. നിങ്ങളെന്താ മിണ്ടാവുള്ളേ? ഫുൾ ടൈം നിന്നോട് തന്നെ ഇല്ലേ? നിനക്ക് എന്റെ ഇഷ്ടപ്പെട്ട കളർ ഏതാ? ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് അല്ലേ നമ്മൾ ഇട്ടിരിക്കുന്നത്? ശരിയാ. വി ആർ മെയ്ഡ് ഫോർ ഈച്ച് അതർ അല്ലേ? അങ്ങനെയാണ്. നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ? ബർഗർ. മില, ഇനി മുതൽ കൊച്ചിയിലുള്ള എല്ലാ ബർഗർ ഷോപ്പിലും പോയി നമ്മൾ എല്ലാ ബർഗറും ട്രൈ ചെയ്യും. ശരിക്കും? ശരിക്കും. ഇനി നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ ഏതാ? സൂര്യ. സൂര്യ. മില, ഇനി മുതൽ സൂര്യയുടെ എല്ലാ ഷോയും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തിയേറ്ററിൽ പോയി നമ്മൾ ഒരുമിച്ച് കാണും. പ്രോമിസ്. സത്യം? മാത്രമല്ല നിന്റെ അടുത്ത ബർത്ത്ഡേക്ക് സൂര്യയുടെ കൂടെ ഒരു ഡിന്നർ ഞാൻ സെറ്റ് ചെയ്യും. ഇനിയിപ്പോ എന്താ ഉള്ളത്? എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ മറ്റേ പാലരി അടുത്ത് ബർഗർ കട ഉണ്ടെന്ന്. അവിടെ നിന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ പോയി ബർഗർ കഴിച്ചു. നല്ല സൂപ്പർ ബർഗർ. നിനക്ക് നല്ല ഇഷ്ടാവും. നമുക്ക് ഇന്ന് രാത്രി ഒന്ന് കറങ്ങാൻ പോയാലോ? കറങ്ങാൻ പോകാനോ? എന്റെ പൊന്നുമില്ല, ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടൊന്നുമില്ല. ഞാൻ പോയി കിടന്ന് ഉറങ്ങാൻ പോയി. നീ വിളിച്ചോണ്ട് വന്ന എന്തെങ്കിലും കാര്യമുണ്ടോ? നമുക്ക് ഫ്രണ്ട്സിന്റെ കൂടെ പോകാനൊന്നും കുഴപ്പമില്ലല്ലോ. ഇനി അതും പുറം തുടങ്ങിക്കോ. അടുത്ത് കൊണ്ടുവരും. സോറി, അറിയാണ്ട് പറഞ്ഞതാ. പൊക്കോ. സർപ്രൈസ്. കറങ്ങാൻ പോവാം. ഞാൻ ഫോൺ ചാർജിനിട്ട് എടുത്തിട്ട്. ഫോണൊന്നും വേണ്ട, നമ്മൾ രണ്ടുപേരും മാത്രം മതി. പേയ്മെന്റ് ഒക്കെയാണ് എന്റെ കാർഡിരിപ്പുണ്ട്. വാ വാ. ഇവിടെ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഒന്ന് നമുക്ക് റിലേഷൻഷിപ്പ് പഴയ പോലെ നന്നായി കൊണ്ടുപോകാം. അല്ലെന്നുണ്ടെങ്കിൽ എന്നേക്കായിട്ട് ബ്രേക്കപ്പ് ആക്കാം. എന്റെ പൊന്നുമില്ല, എനിക്കത് തന്നെയാണ് വേണ്ടത്. നമുക്ക് ബ്രേക്കപ്പ് ആവാം. ഇതോടെ കുടിച്ചോ. എനിക്ക് സന്തോഷമായി. എനിക്ക് ബ്രേക്കപ്പ് മതി. ഇത് ഞാൻ എങ്ങനെ നിന്നോട് പറയണമെന്ന് ഓർത്തിരിക്കുകയായിരുന്നു. നീ ആയിട്ട് പറഞ്ഞല്ലോ. ഇവിടെ നീ ഇത് ചിലപ്പോൾ ഇപ്പോഴത്തെ ഒരു പ്രഷറിന്റെ പുറത്ത് പറയുന്നതായിരിക്കും. എന്തെങ്കിലും വരാൻ തോന്നുകയാണെങ്കിൽ വന്നു. ആയിക്കോട്ടെ, വിളിച്ചത് തന്നെ. ഞാനതാ പോകട്ടെ. എടാ രാഹുലേ, എന്നെ സമാധാനാണ് കാണും. നല്ലതാ. ഈ ലവ് ഇല്ലാത്തതാണ് ഏറ്റവും നല്ലത്. അല്ലേ? എന്റെ അമ്മ. എടാ രാഹുലേ, എടാ നമുക്കുണ്ടല്ലോ ഇതുപോലെ ഇന്നും നാളെയും നാളെ കഴിഞ്ഞും കൂടണം. നിന്റെ പൈസ അടിച്ചു കയറി വാഴുക. അടിച്ചു കയറി വരികയാണ് എന്റെ പൈസക്ക്. നീ എന്റെ പൈസക്ക് ഇപ്പുണ്ടായാലും ചെലവാണല്ലോ. നിനക്കൊരു ലൈനില്ലേ? എന്താ അവളുടെ പേര്? അനുമോൾ. അനുമോൾ. അനുമോളെ ഇപ്പൊ വിളി. ഇപ്പൊ വിളിക്കാൻ പറ്റത്തില്ല. വിളിക്കുക. എന്നിട്ട് അത് നമുക്ക് ആ ലൈൻ നമുക്ക് അടിച്ചു പൊട്ടിക്ക. നമുക്ക് വേണ്ട. ഇപ്പൊ വിളിക്കാൻ പറ്റൂല. അനുമോൾ ഉറങ്ങുമ്പം വിളിച്ച വഴക്ക് പറയും. നാളെ വിളിക്കാം. നാളെ അങ്ങ് പൊട്ടിക്കാം. ഉറപ്പാണോ? ഉറപ്പ്. നാളെ പൊട്ടിക്കണേ. ഈ പ്രേമം ഇല്ലാത്തതിന് സന്തോഷമുണ്ടല്ലോ എന്റെ പൊന്ന് രാഹുലേ. അത് നിനക്ക് പറഞ്ഞ മനസ്സിലായില്ല. സന്തോഷം വരുന്നുണ്ടോ? ഛർദ്ദിക്കാൻ വരുന്നുണ്ട്. ഞാൻ പോയി ഛർദ്ദിച്ചിട്ട് വരാം. എടാ ഇന്ന് കൂടണ്ടേ? ഓ ആണോ? എന്നാ ഓക്കെ.
പറ്റുന്നില്ല മില. ഞാനത് റിയലൈസ് ചെയ്യാൻ ഇത്രയും സമയം എടുക്കുന്നുള്ള ശരിയാണ്. പക്ഷെ കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നമാണ്. എൻ്റെ കയ്യിലെ പ്രശ്നമാണ്. നമ്മൾ നേരത്തെ മര്യാദയ്ക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതിയായിരുന്നു. ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു മില. സോറി. നീ അന്ന് പറഞ്ഞതും ചെയ്തതും ഒക്കെ എന്നെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നും എനിക്കൊന്നും മനസ്സിലായില്ല. ഇയാൾക്ക് ഇയാളുടെ എക്സ് ആയിരുന്നല്ലോ ഏറ്റവും നല്ലത്. മില, അതൊക്കെ ഞാൻ നിന്നെ അന്ന് ചൂട് കയറ്റാൻ വേണ്ടി വെറുതെ പറഞ്ഞതല്ലേ മില. എന്നിട്ട് നീ തിരിച്ചു വിളിച്ചു പോലും ഇല്ല, അങ്ങ് പോയില്ലേ നിർത്തിയേക്കാന്ന് പറഞ്ഞപ്പോൾ. അതോ നമ്മളിനി ശല്യമാവണ്ടെന്ന് കരുതി. നമ്മളായിരുന്നല്ലോ ഏറ്റവും വലിയ ശല്യം. എന്നൊരു കാര്യം പറയട്ടെ, അന്ന് നീ പറഞ്ഞ പാലാരിവട്ടത്തെ ഒരു ബർഗർ കടയില്ലേ, ഞാൻ അവിടെ പോയായിരുന്നു. നല്ല ബർഗറായിരുന്നു. വേണമെങ്കിൽ ഇപ്പോൾ ഒന്ന് അവിടെ വരെ പോവാൻ. എനിക്കൊരെണ്ണം വാങ്ങിത്തരുവാണെങ്കിൽ ഞാൻ വരാം. വാ.